ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ ബാബു സലാത്തുൽ ഇസ്തിസ്ഖ അല്ലേ, സുഖിയ തേടി മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായത്തിലാണ്. അതിൽ ഏതാനും ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു ഇവിടെ അല്ലേ, 2 ഹദീസുകൾ വിശദീകരിച്ചു. ഇനി തുടർന്നുള്ള ഏതാനും ഹദീസുകൾ. ഒന്ന്, عن أنس رضي الله تعالى عنه قال أن رجلا دخل المسجد يوم الجمعة والنبي صلى الله عليه وسلم قائم يخطب فقال يا رسول الله هلكت الأموال وانقطعت السبل فادعوا الله عز وجل يغيثنا فرفع يديه ثم قال اللهم أغثنا اللهم أغثنا. ايش؟ ഒന്ന് പ്രാവശ്യം ഉണ്ടാ 2 പ്രാവശ്യം അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന റിപ്പോർട്ടുകൾ. പിന്നെ ഫദക്കറൽ ഹദീസ് വഫീഹി ദുആഉൽ ഇംസാക്കി അൻഹു മുത്തഫഖ് ദുആ ബിൽ ഇംസാക്കി അൻഹു മുത്തഫഖുൻ അലൈഹി അദ്ദുആ ബി ഇംസാക്കിഹ മുത്തഫഖുൻ അലൈഹി. ഓക്കെ തയ്യിബ്. എന്താ ഈ ഹദീസ്? അനസ് റളിയല്ലാഹു തആല നിവേദനം. അദ്ദേഹം പറയാണ് അന്ന റജുലൻ, ഒരു വ്യക്തി, ദഖലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചു, യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമു യഖ്തുബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫഖാൽ, ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹലക്കത്തിൽ അംവാൽ, ഹലക്കത്തിൽ അംവാൽ എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ നശിച്ചു, വൻകതഅതി സുബുൽ, വൻകതഅതി സുബുൽ, മാർഗങ്ങൾ മുറിഞ്ഞു നിലച്ചു എന്ന് പറഞ്ഞാൽ, അതായത് മഴ പെയ്യാത്തതിനാൽ വഴിയോരങ്ങളൊക്കെ എന്തായി, പുല്ലൊന്നും മുളക്കാതെ എന്ത് ചെയ്ത്, പിന്നെ ഉപയോഗശൂന്യമായി, കാലികളൊന്നും കടന്നു വരാതെ ഉപയോഗശൂന്യമായി. അതാണ് അതിൻ്റെ ഉദ്ദേശം. വൻകതഅതി സുബുൽ ഫദ്ഉല്ലാഹ അസ്സ വജല്ല യുഗീസുന, ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും, യുഗീസുന, അതിൽ യുഗീസ്ന എന്നാണോ യുഗീസുന എന്നാണോ? യുഗീസുന അതോ യുഗീസ് എന്നോ? യുഗീസുന, ചിലർക്ക് യുഗീസ്ന എന്നുണ്ട്, യുഗീസ്ന. യുഗീസുന, അള്ളാഹു ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കും, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും. ഫറഫഅ യദൈഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 2 കരങ്ങളും ഉയർത്തി, സുമ്മ ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന അല്ലാഹുമ്മ അഗീസ്ന. എന്താ അല്ലാഹുമ്മ അഗീസ്ന? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ. ഈ ഹദീസ് ഇനിയുണ്ട്, ഇതിൻ്റെ തുടർച്ച ഇനിയുണ്ട്, മനസ്സിലായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇങ്ങനെ തൻ്റെ മുന്നിൽ ഒരു കാർമുകിൽ ഇങ്ങനെ വന്ന് ജബൽ സിലഹിൻ്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂൽ വിരൽ ചൂണ്ടിയപ്പോൾ ആ കാർമുകിൽ ഇങ്ങനെ ചിതറി, എന്നിട്ട് പിന്നെ അത് മഴയായിട്ട് പെയ്ത സംഭവമൊക്കെ അതാണ്. ഫദക്കറൽ ഹദീസ്, ഹദീസിന് ബാക്കിയുണ്ട്. അത് പിന്നീട് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താണ്, വഫീഹി ദുആ ബി ഇംസാക്കിഹ, വഫീഹി, അതിലുണ്ട്, ഈ ഹദീസിൽ തന്നെ ഉണ്ട്, അദ്ദുആ ബി ഇംസാക്കിഹ, മഴ നിർത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതും. അദ്ദുആ ബി ഇംസാക്കി എന്നാണ് ഈ ഹദീസിൻ വിശാലമായ ഹദീസാണ്. ഒരാഴ്ച നിന്ന് പെയ്ത് മഴ, ഒരാഴ്ച മഴ നിന്ന് പെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ അവസാനിച്ച് മിമ്പറിൽ നിന്ന് ഇറങ്ങി നിസ്കാരം ഉണ്ടല്ലോ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നനഞ്ഞുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. ഒരാഴ്ച നിന്ന് പെയ്തു. പിന്നത്തെ ആഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ മിമ്പറിൽ നിന്നപ്പോൾ എന്ത് ചെയ്തു, ആറാബി വീണ്ടും വന്നിട്ട് പറഞ്ഞു വെള്ളം കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ, മനസ്സിലായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, മഴ നിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതാണ് അദ്ദുആ ബി ഇംസാക്കിഹ, മഴയെ പിടിച്ചു നിർത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തതും അതിലുണ്ട്. അതാണ് ആ ഹദീസിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വദക്കറൽ ഹദീസ്, ഹദീസിൻ്റെ ബാക്കി ഭാഗം പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വഫീഹി, ആ ഹദീസിലുണ്ട്, അദ്ദുആ ബി ഇംസാക്കിഹ, മഴയെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തതും. മുത്തഫഖുൻ അലൈഹി, ആരാ ഹദീസ് വിശാലമായി റിപ്പോർട്ട് ചെയ്ത്? അത് ഇമാം ബുഖാരിയും മുസ്ലിമും. മുത്തഫഖുൻ അലൈഹി. എന്തിനാ ഇമാം അൽ ഹാഫിദ് ബിൻ ഹജർ ഈ ഹദീസിനെ ഈ സലാത്തുൽ ഇസ്തിസ്ഖായിൽ കൊണ്ടുവന്ന്? എന്തിനെ കൊണ്ടുവന്ന്?
മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അതിന് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കലുമുണ്ട്, നിസ്കാരമില്ലാതെ ഖുതുബയിൽ വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ചിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിന് തെളിവാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നത് ഒരു അറാബി ആയിരുന്നു എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫഅ യദൈഹി എന്നാണ്, കൈകൾ രണ്ടും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ അഗിസ്ന അല്ലാഹുമ്മ അഗിസ്ന എന്ന് ദുആ ചെയ്തു. ഈ കൈ ഉയർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പാർശ്വഭാഗത്തെ വെളിപ്പെടുവോളം റസൂലുള്ള കൈകൾ ഉയർത്തിയിട്ടാണ് ദുആ ചെയ്തിരുന്നത്. ഖലാസ്, അത് ഒന്നാമത്തെ ഹദീസ്. ഇമാമ് കൈ ഉയർത്തിയിട്ട് പിന്നെ ദുആ ചെയ്യുന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. മനസ്സിലായി? മഅ്മൂമീങ്ങൾ കൈ ഉയർത്തി ആമീൻ പറഞ്ഞു എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ചില ഇമാംമാർ മഅ്മൂമീങ്ങളോട് കൈ ഉയർത്തി ആമീൻ പറയുന്നുണ്ട്. കാരണം ഇമാം കൈ ഉയർത്തിയെടുത്ത് മഅ്മൂമും കൈ ഉയർത്തി ആമീൻ പറയും. അതിനൊരു രേഖ കണ്ടിട്ടില്ല. ഇമാമ് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു എന്നുള്ളതാണ് ഹദീസിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മഅ്മൂമീങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടുകയാണെങ്കിൽ അവർക്കും കൈ ഉയർത്താം. മഅ്മൂമീങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് അവർ തേടുകയാണെങ്കിൽ മനസ്സിലായില്ലേ, ദുആക്ക് ജവാബ് കിട്ടാനുള്ള അദബിൽപ്പെട്ടതാണ് കൈ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത്. അടുത്ത ഹദീസ്, അതും അനസിൽ നിന്ന്. വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന ഉമറ റളിയല്ലാഹു തആല അൻഹു കാന ഇദാ ഖുഹിതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നി അബ്ദുൽ മുത്തലിബ്. ഖഹത്തു എന്നാണ് അതിൽ ഖുഹിതു ഇസ്തസ്ഖീ. ഖഹത്ത് എന്ന് പറഞ്ഞാലും ഖുഹിതു എന്ന് പറഞ്ഞാൽ ഏകദേശം അർത്ഥം ഒരേപോലെ തന്നെ. وقال اللهم إنا كنا نستسقي إليك بنبينا وإنا نتوسل إليك بعم نبينا فاسقنا فيسقون. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം, അന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന ഇദാ ഖുഹിതു അവർ ഖഹത്തിന് വിധേയരായാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വരൾച്ചക്ക്, മഴ പെയ്യാതെ വരൾച്ചക്ക് വിധേയരായാൽ. ഖഹത്തു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, വരൾച്ചയിൽ അകപ്പെട്ടാൽ, അവർക്ക് വരൾച്ച ബാധിച്ചാൽ. ഖുഹിതു ഖഹത്തു ഏകദേശമൊക്കെ ഉദ്ദേശാർത്ഥം വരൾച്ച ഉണ്ടായി എന്നുള്ളതാണ്. ഖഹത്ത് വരൾച്ച, മഴയില്ലാതെ വരൾച്ചയായാൽ. ഇസ്തസ്ക ഉമർ റളിയല്ലാഹു തആല അൻഹു മഴയ്ക്ക് വേണ്ടിയിട്ട് തേടും ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ട്. വഖാൽ ഉമർ പറയും അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ കുന്നാ നസ്തസ്ഖി ഇലൈക ബിനബിയിന, ഇന്നാ കുന്ന തീർച്ചയായും ഞങ്ങളായിരുന്നു, നസ്തസ്ഖി ഇലൈക നിന്നോട് മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നു, ബിനബീന ഞങ്ങളുടെ നബിയെ കൊണ്ട്. വ ഇന്ന തീർച്ചയായും ഞങ്ങൾ നതവസ്സലു ഇലൈക്. അപ്പോൾ ഇവിടെ കളിയിലല്ല ഫതസ്ഖീന ഉണ്ടോ? ഫതസ്ഖീന എന്നല്ല ഫതസ്ഖീയനാന്ന്. അപ്പൊ നീ ഞങ്ങൾക്ക് മഴ തരും. ഇവിടെ ഫതസ്ഖീന, അപ്പൊ നീ ഞങ്ങൾക്ക് മഴ തരും. ഉണ്ടാ അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ കുന്നാ നസ്തസ്ഖി ഇലൈക് നിന്നോട് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടും, ബി നബിയിന ഞങ്ങളുടെ നബിയെ കൊണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ മുഖാന്തരം അള്ളാഹുവിലേക്ക് മഴ തേടും. ഫതസ്ഖീന അപ്പം നീ ഞങ്ങൾക്ക് മഴ തരുമായിരുന്നു, മഴ തരും. വ ഇന്ന ഞങ്ങൾ നതവസ്സലു ഇലൈക നിന്നിലേക്ക് തേടുന്നു, വസീലയാക്കുന്നു, ബി അമ്മി നബീന ഞങ്ങളുടെ നബിയുടെ അമ്മിനെ കൊണ്ട്, ഞങ്ങളുടെ നബിയുടെ അമ്മിനെ കൊണ്ട്, പിതൃവിനെ കൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾ വസീല തേടുന്നു, വസീലയാക്കുന്നു. ഫസ്ഖിര അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകണമേ, ഫയുസ് ഖൗൻ അപ്പോൾ അവർക്ക് മഴ ലഭിക്കപ്പെടുമായിരുന്നു. ഇവിടെ ഉമർ റളിയല്ലാഹു തആല ഖിലാഫത്തിൽ വരൾച്ച ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അബ്ബാസിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അബ്ബാസിനെ കൊണ്ട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്താൻ ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു.
എന്നിട്ട് ഉമർ പ്രാർത്ഥിക്കും. അതാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നസ്തസ്ഖി ഇലൈക ബിനബിയിന. ഇവിടെ കണ്ടില്ലേ, ഞങ്ങളുടെ നബീനെ കൊണ്ടാണ് നിന്നോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ഫതസ്ഖിയന, അപ്പം നീ ഞങ്ങൾക്ക് മഴ നൽകുമായിരുന്നു. ഇവിടെ കണ്ടില്ലേ, അല്ലാഹുമ്മ അഗീസ്ന റസൂൽ തേടിയത്, റസൂലിനോട് ആവശ്യപ്പെട്ട് റസൂലായിരുന്നു മഴയ്ക്ക് വേണ്ടിയിട്ട് തേടിയിരുന്നത്. വ ഇന്നാ നതവസ്സലു ഇലൈക, നിന്നിലേക്ക് ഞങ്ങൾ വസീലയാക്കുന്നു. ആരെ കൊണ്ട്? ബി അമ്മി നബീനെ, ഞങ്ങളുടെ നബീൻ്റെ അമ്മിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അബ്ബാസിനെ കൊണ്ട്. റസൂലുള്ളാഹിയുടെ പിതൃവ്യനാണ് ആര്? അബ്ബാസ്. ഫസ്ഖിൻ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ വർഷിക്കണമേ. അത് ഉമറിൻ്റെ പ്രാർത്ഥനയാണ്. ഫയുസ്ഖൗൻ, അങ്ങനെ അവർക്ക് മഴ ലഭിക്കപ്പെടാറുണ്ടെന്നാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യും, അങ്ങനെ ബാക്കിയുള്ളവർ ആമീൻ പറയും, അങ്ങനെ മഴ ലഭിക്കുമായിരുന്നു. അപ്പോൾ അവിടെ സാലിഹായ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക, പിന്നെ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ ആവശ്യപ്പെടുക എന്ന് മനസ്സിലായി. സാലിഹായ വ്യക്തികളുടെ ദുആ കൊണ്ട് അള്ളാഹുവിലേക്ക് വസീല, അത് അനുവദിക്കപ്പെട്ടതാണ്. സാലിഹായ ഒരു വ്യക്തിയോട് നമ്മൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അങ്ങനെ അള്ളാഹുവിലേക്ക് വസീല, അള്ളാഹിൻ്റെ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുന്നത് പോലെ, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് ദുആ ചെയ്യുന്നത് പോലെ സാലിഹായ വ്യക്തിയുടെ ദുആ, അതും അമലും സാലിഹാണ് അല്ലേ, അതുകൊണ്ട് ദുആ ചെയ്യൽ അനുവദനീയമാണ്. അപ്പോൾ അത് ആ വസീലയാണ് ഇവിടെ അനുവദനീയമായ വസീല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഹത്വവും ഉമർ റളിയല്ലാഹുവിൻ്റെ വിനയമാണ് അത് അറിയിക്കുന്നത്. ഇവിടെ ഈ സംഭവം അറിയിക്കുന്നത് എന്താ? ഉമർ റളിയല്ലാഹുവിൻ്റെ മഹത്വവും വിനയം എങ്ങനെ അറിയിക്കണത്? ഉമർ റളിയല്ലാഹു തആല അൻഹു ശരി ഉണ്ടല്ലോ, അദ്ദേഹം ഖലീഫയാണ്, അദ്ദേഹമാണ് ഇമാമ് ഖലീഫ. പക്ഷേ ഖലീഫ എന്ത് ചെയ്യാണ്? അബ്ബാസ് റളിയല്ലാഹുവിന് അവസരം കൊടുക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ളാഹിൻ്റെ അമ്മാണ്, പിതൃവ്യൻ, റസൂലുള്ളാഹിനേക്കാൾ 3 വയസ്സിന് മൂത്തത് അബ്ബാസ്. അബുൽ ഫضൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി കുടുംബത്തിലെ മെമ്പറാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പിന്നെ അന്ന് ബനു ഹാഷിം കുടുംബത്തിലെ കാരണവരാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ പിന്നെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആരാണ്? അദ്ദേഹവും ദുആ ചെയ്താൽ അള്ളാഹു കബൂലാക്കുമാർ ശ്രേഷ്ഠതയുള്ള മഹാനാണ്. മനസ്സിലായി? ഉമർ റളിയല്ലാഹുവിനെ അഭിലഷിച്ചതനുസരിച്ചാണ് വഹി വരെ പലപ്പോഴും ഇറങ്ങിയിരുന്നത്. എന്നാലും ഉമറിൻ്റെ വിനയം, അങ്ങനെ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ. ഭരണാധികാരികൾ വിനയാനിതരായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ വിനയം തന്നെ മതി മഴ പെയ്യാൻ. മനസ്സിലല്ലേ? ഇതാ തവാള ജബ്ബാറുൽ അർദ് റഹിമ ജബ്ബാറുസ്സമ എന്നാണ്. ഇതാ തവാള ജബ്ബാറുൽ അർദ്, ഭൂമിയിലെ അധിപന്മാർ വിനയം കാണിച്ചാൽ റഹിമ ജബ്ബാറുസ്സമ, ആകാശത്തിലെ ജബ്ബാർ എന്ത് ചെയ്യും? കരുണ കാണിക്കുന്നതാണ്, മഴ തരും എന്നുള്ളതാണ്. മനസ്സിലായ? പിന്നെ സ്പെയിൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊരു ഭരണാധികാരി ഒരു ഫഖീഹിനോട്, കർമ്മശാസ്ത്ര പണ്ഡിതനോട് മഴയ്ക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെട്ട ചരിത്രമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഖലീഫയുടെ ദൂതൻ ഈ പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, പിന്നെ നിങ്ങളോട് ഖലീഫ പിന്നെ മഴയ്ക്ക് വേണ്ടി തേടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പണ്ഡിതൻ ഈ ദൂതനോട് ചോദിക്കുകയാണ്, അത് പറഞ്ഞപ്പോൾ ഖലീഫൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഖലീഫ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിലത്തിരിക്കുകയാണ്, മണ്ണിലിരിക്കുകയാണ്. അദ്ദേഹം അള്ളാഹിനോടുള്ള പ്രാർത്ഥനയിലാണ്. അപ്പോൾ പണ്ഡിതൻ പറയാണ്, അങ്ങനെയാണ് ഖലീഫ എങ്കിൽ ഇതാ തവാദ ജബ്ബാറുൽ അർദ് റഹിമ ജബ്ബാറുസ്സമ, മഴ കിട്ടുന്നതാണ്. അങ്ങനെ മഴ പെയ്തു എന്നുള്ളതാണ്. മനസ്സിലായ? അത് പിന്നെ അതൊരു യാഥാർത്ഥ്യമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടോ ഇവിടെ വിനയപ്പെടാണ്. ഈ ചരിത്രത്തിൽ കാണാം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവെ ഒരു പരീക്ഷണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്, അത് പിന്നെ വഴി മാറുന്നത് തോപ കൊണ്ടാണ് എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യും. അങ്ങനെ വലിയ കാർമുകിൽ വന്നിട്ട് അത് മഴയായി പെയ്തിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഉമർ റളിയല്ലാഹു തആലയുടെ മഹത്വവും സ്ഥാനവും അറിയിക്കുന്നു, അതേപോലെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മഹത്വവും സ്ഥാനവും അറിയിക്കുന്നു. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ് അബ്ബാസ്. മനസ്സിലായി? അൽ അമ്മു സിനു അബീഹി എന്നാണ്, വാപ്പാൻ്റെ അതേ നിലവാരത്തിലാണ് ആര്? അമ്മ, പിതൃവ്യൻ. അപ്പോൾ പിന്നെ അബ്ബാസിന് ആ സ്ഥാനം ഉമർ റളിയല്ലാഹുവിന് വകവെച്ച് കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 88 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. 88 വയസ്സ് വരെ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അധികാരമേറ്റ് 6 വർഷം പിന്നിട്ടപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു തആല മരിക്കുന്നത്. അബുൽ ഫضൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബ്ദുള്ള ഇബ്നു അബ്ബാസ്, കുസും ഇബ്നു അബ്ബാസ്, ഫضൽ ഇബ്നു അബ്ബാസ്, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അലാ കുല്ലിൻ, ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇവിടെ ഇവർക്ക് ഉമറിൻ്റെ കാലത്ത് വരൾച്ച ഉണ്ടായി. മനസ്സിലായില്ലേ?
അപ്പോൾ അവർ അനുസ്മരിക്കുകയാണ് റസൂലുള്ളാഹി ഉണ്ടായിരുന്നപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ടാണ് മയക്ക് വേണ്ടി തേടിയിരുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി മരിച്ച്, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അബ്ബാസിനെ മുഖം കാണിച്ചിട്ട് അബ്ബാസിനോട് പറയണം നിങ്ങൾ ദുആ ചെയ്യുന്നു. ആരും എടുക്ക് പോയില്ല, ഖബറിൻ്റെ അടുത്തേക്ക് പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടില്ല, റസൂലുള്ളാഹിനെ വസീലയാക്കിയിട്ട് അള്ളാഹിനോടും ആവശ്യപ്പെട്ടില്ല. മനസ്സിലായി? ഇന്ന് ഈ സംഭവം ഉദ്ധരിക്കുന്ന ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാനാണ് ഇത് തെളിവാക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു ചെയ്ത എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വിളിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കിയിട്ട് അള്ളാഹിനോട് തേടിയതുമില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ടാണ് തേടിയത് എന്നുള്ളത് സമ്മതിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മിനെ കൊണ്ട് ഇതാ ഞങ്ങൾ നിന്നിലേക്ക് വസീലയാക്കിയിട്ട് തേടുന്നു എന്ന് ഉമർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മഴ കിട്ടിയിരുന്നതാണ്, ഫയുസ്ഖൗൻ എന്നാണ്. മനസ്സിലല്ലേ? മഴ ലഭിക്കാനുള്ള മാർഗവും അതിൻ്റെ ചരിത്രവും വായിക്കുന്ന ആളുകൾ നേരെ എന്ത് ചെയ്യണത് തിരിച്ച് മനസ്സിലാക്കുന്നൊരു ദുസ്ഥിതിയാണെന്നുള്ളത്. അല്ലാഹുൽ മുസ്തആൻ. സഹാബികളുടെ കാലത്ത്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഒക്കെ കാലത്ത് സാലിഹ്യങ്ങളായ ഒരു വ്യക്തിയെ നിർത്തിയിട്ട് മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നു എന്നാണ്. മനസ്സിലല്ലേ? അങ്ങനെ മഴ ലഭിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ചരിത്രം വേറെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പിന്നെ രണ്ടാമത്തെ ഹദീസ്. ഈ ഹദീസ് ബുഖാരിൻ്റെ അല്ലേ, റവാഹുൽ ബുഖാരി, ബുഖാരിയുടെ റിപ്പോർട്ടാണ്. മൂന്നാമത്തെ ഹദീസ് വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു. മൂന്ന് അനസിൽ തന്നെ അല്ലേ, മൂന്ന് ഹദീസുകൾ അനസിൽ നിന്നാണ്. അസാബന വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതറുൻ ഖാൽ ഫഹസറ ഹസറ വല ഹസിറ ഹസറ ഫഹസറ സൗബഹു ഹത്ത അസാബഹു മിനൽ മതർ വഖാല ഇന്നഹു ഹദീസു അഹദിൻ ബിറബ്ബിഹി. റവാഹു മുസ്ലിം. അനസ് റളിയല്ലാഹു അൻഹു പറയണം, അസാബന വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾക്ക് ഏറ്റു. എന്തേറ്റു? മതറുൻ, മഴ. ഞങ്ങൾക്ക് മഴ കൊണ്ടു എന്നർത്ഥം. ഖാല, അനസ് പറയാണ്, ഫഹസറ സൗബഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വസ്ത്രം നീക്കി. ഹത്ത അസാബഹു മിനൽ മതർ, മഴ ഏൽക്കുവോളം റസൂലുള്ള മഴ കൊള്ളാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വസ്ത്രം ഇങ്ങനെ നീക്കി, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിച്ചു, നീക്കി. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും ഈ മഴ, ഹദീസു അഹദിൻ ബി റബ്ബിഹി, തൻ്റെ റബ്ബിനോട് അടുത്ത് ബന്ധമുള്ളതാണെന്ന് പറഞ്ഞാൽ എന്താ? അതായത് അള്ളാഹുവിനോട് പിന്നെ അടുത്ത് ബന്ധമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെയ്ത മഴയാണ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ത്? മഴ. മഴനെക്കുറിച്ച് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നാണ്, അള്ളാഹിൻ്റെ റഹ്മത്ത് എന്നാണ്. അപ്പോൾ പിന്നെ ഹദീസ് അഹദിൻ ബി റബ്ബിഹി എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ റഹ്മത്തായിട്ടുള്ള പുതിയ മഴയാണ്, ഇപ്പോൾ പെയ്ത മഴയാണെന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? നിങ്ങൾക്ക് പിന്നെ മുബാറക്കത്തായ വെള്ളം അള്ളാഹു അവതരിപ്പിക്കുന്നു എന്നാണ്. വൻസല്ല മിനസ്സമാഇ മാഅൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട വെള്ളം നിങ്ങൾക്ക് അള്ളാഹു മുകളിൽ നിന്ന് ചൊരിഞ്ഞു തന്നു എന്നാണ്. അപ്പോൾ അനുഗ്രഹീതമാണ് എന്ത്? മഴവെള്ളം. അപ്പോൾ ആ ബർക്കത്ത് ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരുന്നതാണ്? അത് വസ്ത്രം നീക്കിയിട്ട് മേത്ത് ശരീരത്തിൽ കൊള്ളിച്ചിരുന്നു എന്നുള്ള. അലത്തൂൽ മഴ ഉണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെയോ ആ പെയ്തിറങ്ങി ഉടനുള്ള മഴ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റിരുന്നു എന്നുള്ളതാണ് ഹദീസുകൾ അറിയിക്കുന്നത്. ഇന്നഹു ഹദീസ് അഹദിൻ ബി റബ്ബി എന്ന് പറഞ്ഞാൽ തൻ്റെ റബ്ബുമായി അടുത്ത് ബന്ധപ്പെട്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉദ്ദേശം എന്താ? പെട്ടെന്ന് ഇപ്പം പെയ്ത മഴ എന്നുള്ള, മഴ പെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ മഴ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ ഹദീസ് ഇബ്നു ഹജർ റഹിമഹുള്ള കൊടുത്തത് എന്തിനാണെന്നറിയാമോ? അതായത് മഴ പെയ്യുമ്പോൾ തുടക്കത്തിലുള്ള മഴ, ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ള തലയിലെ തട്ടം നീക്കിയിട്ട് തലയിൽ ഏറ്റു എന്നും, ചിലത് വസ്ത്രം നീക്കിയിട്ട് വസ്ത്രത്തിലേറ്റു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒരു പിന്നെ ചര്യയായിരുന്നു ഇങ്ങനെ മഴ മേത്ത് കൊള്ളിക്കുക എന്നുള്ളത്, തുടക്കത്തിലുള്ള ആ മഴ. അത് സുന്നത്തായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു പിന്നെ ഒരു പുണ്യം എന്നുള്ള നിലക്കാണ് അത് ചെയ്തത്. അതല്ല റസൂലുള്ള ഒരു ആദത്ത്, കേവലം ഒരു പിന്നെ റസൂലുള്ളാഹിൻ്റെ നൈസർഗിക പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നഹു ഹദീസ് അഹദിൻ ബി റബ്ബിഹി എന്ന് ഇവിടെ പറഞ്ഞില്ലേ, റബ്ബിനോട് അടുത്ത് ബന്ധപ്പെട്ടതാണ്. എന്താ
അള്ളാഹുവിൽ നിന്ന് മുകളിൽ നിന്ന് അവതീർണമായ അനുഗ്രഹീത വെള്ളമാണിത് എന്ന് റസൂലുള്ള പറഞ്ഞതിനാൽ അങ്ങനെ ആ ഒരു അനുഗ്രഹീതമായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്ന തുടക്ക സമയത്ത് അതിങ്ങനെ കൊള്ളുക എന്നുള്ളത് എന്താണ് പുണ്യാണ്, സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. فحسر ثوبه حتى أصابه من المطر وقال إنه حديث أحد بربه. دور مسألة يعني مرتوي. طيب أرتاح حديثه. وعن عائشة رضي الله تعالى عنها قالت أن النبي صلى الله عليه وسلم كان إذا رأى المطر قال اللهم صيبا نافعا. എന്താ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയണം, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ റഅൽ മതർ വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മതർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ കണ്ടാൽ ആയിരുന്നു കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. എന്താ അല്ലാഹുവേ സ്വയ്യിബൻ, അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ മതർ സയ്യിബൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽഹു സയ്യിബൻ എന്നർത്ഥം. എന്താ അല്ലാഹുവേ ഈ മഴയെ നീ ആക്കണമേ. സ്വയ്യിബൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയ്യിബൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊലിക്കുന്നത്, നല്ല സമൃദ്ധമായ മഴ, അതാണ് സമൃദ്ധമായ. നാഫിയാൻ ഉപകാരപ്രദവും അതേപോലെ തന്നെ സമൃദ്ധവുമായ മഴയാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ചില റിപ്പോർട്ടുകളിൽ സ്വയ്യിബൻ എന്നാണ്, സ്വയ്യിബൻ. അപ്പോൾ ഇവിടെ മഴ പെയ്താൽ നിർവഹിക്കേണ്ട ദുആയാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇത് മുസ്ലിമിൻ്റെ അല്ലേ? അഖ്റജാഹു, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. അഖ്റജാഹു ബുഖാരി മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്ത ഹദീസാണ്. തയ്യിബ്, അതിനെ കുറിച്ച് മസലകളില്ല. മഴ പെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹുമ്മ അഗിസ്ന അതേപോലെ തന്നെ വേറെയും ദുആകളുണ്ട്. മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അങ്ങനെയാണ് ദുആകൾ. മഴ പെയ്ത് കഴിഞ്ഞാലോ? എന്താ? മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ അവൻ്റെ റഹ്മത്തിനാൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത അവസാനത്തെ ഹദീസ് സഅദ് റളിയല്ലാഹു അൻഹു എന്ന ഹദീസ് അല്ലേ? വഅൻ സഅദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം. ഇത് സഅദ് ഇബ്നു അബി വഖാസ് ആണ്. സഅദ് ഇബ്നു അബി വഖാസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ഫിൽ ഇസ്തിസ്ഖാഇ അല്ലാഹുമ്മ ജല്ലിൽനാ സഹാബൻ കസീബൻ ദലൂഖൻ ദഹൂകൻ തുംതിറുന മിൻഹു റുദാദൻ ഖിത്ഖിതൻ സജ്ല. റദാദൻ വല റുദാദൻ? നിങ്ങളെന്താ റാന്ന? റൂ അല്ല, റൂ അല്ലേ? റൂ ആണ്. റുദാദൻ. ഈ കോപ്പി അത്ര തന്നെ തഹ്ഖീഖ് ഇത് ഉള്ള കോപ്പിയല്ല. അത് എല്ലായിടത്തും മൊത്തത്തിൽ എല്ലായിടത്തും ഉള്ള കോപ്പി. മാഫി മുഷ്കിൽ. റദാദൻ റുദാദൻ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅ ഫിൽ ഇസ്തിസ്ഖായിൽ റസൂലുള്ളാഹ് ദുആ ചെയ്തു. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ പ്രാർത്ഥന. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ദുആ നിർവഹിച്ചു എന്നാണ്. എന്താ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ജല്ലിൽന സഹാബൻ കസീഫ. ജല്ലിൽന, എന്താ ജല്ലിൽന? ജല്ലിൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപകമാക്കുക, വലിയതായിട്ട് തരിക എന്നാണ്. വലിയതായിട്ട് തരിക, ജല്ല ജലാലു എന്നൊക്കെ പറയില്ലേ? ജല്ലിൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദിംന, ഞങ്ങൾക്ക് വലുതാക്കി തരണേ, ധാരാളമായിട്ട് തരണേ.
സഹാബൻ എന്തിനെ? ഒരു കാർമേഘത്തെ, വലിയ കാർമേഘം തരണേന്നർത്ഥം. കസീഫൻ, എന്താ കസീഫൻ? ഭാരിച്ച, അല്ല ഇടതൂർന്ന ഭാരിച്ച. ദലൂഖൻ, ആ കസീഫൻ പറയല്ലേ, സഹാബൻ കസീഫൻ, അതുകൊണ്ടാ കസീഫൻ ഹദീസ് ദഈഫാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ദലൂഖൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ അറിയോ? ഇടിനാദമുള്ള. ഖസീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇടിനാദത്തിൻ്റെ അകമ്പടിയുള്ള. കസീഫൻ, ഖസീഫൻ, ദലൂഖൻ അല്ലേ? നമ്മൾ എൻ്റെ കോപ്പിയിലില്ല. കസീഫൻ, ദലൂഖൻ എന്ന് പറഞ്ഞാൽ ഇടിനാദമുള്ള. ദഹൂക്കൻ, എന്താ ദഹൂക്കൻ? ദഹൂക്കൻ എന്ന് പറഞ്ഞാൽ മിന്നൽ പിണറുള്ള. ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ മിന്നൽ പിണർ, മിന്നലും ഇടിയും അതേപോലെ തന്നെ ഭാരവും ഉള്ള കാർമേഘത്തെ നീ ഞങ്ങൾക്ക് നൽകണമേ. അതാണ് ഖലാസ്. തുംതിർന മിൻഹു, ആ കാർമേഘത്തിലൂടെ നീ ഞങ്ങൾക്ക് മഴയേകണമേ. തുംതിർന, നീ ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കണമേ. മിൻഹു, ആ സഹാബിൽ നിന്ന്, ആ കാർമേഘത്തിൽ നിന്ന്. ഏത് മഴ? റുദാദൻ ഖിത്ഖിതൻ സജ്ലൻ അല്ലേ? റദാദൻ ഉണ്ടല്ലേ? ഖത്ഖതൻ അറിയില്ലുണ്ടോ? ഖത്ഖതൻ, ഖിത്ഖിതൻ, ഖത്ഖതൻ എന്നുള്ളതില്ല നിങ്ങളിലുണ്ടോ? ഇല്ല. തൈ റുദാദ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചാറ്റൽ മഴ, നേരിയ ചാറ്റൽ. ഖിത്ഖിതൻ എന്ന് പറഞ്ഞാൽ നല്ല മഴയല്ല, ചാറ്റലും അല്ല, അതിൻ്റെ ഇടത്തരം. അതിനെന്താ പറയുക? പേമാരിയല്ല, ചാറ്റലും അല്ല, അതിനിടയിൽ. അറബിയിൽ അങ്ങനെയാണ്. ഇപ്പം ഇതിൽ പിന്നെ റുദാദ്, ഖിത്ഖിത്ത്, സജില്, സഹ്, ഇങ്ങനെയൊക്കെ മഴയ്ക്ക് ഓരോ പേരുകളുണ്ട്. ആ മഴൻ്റെ ഡോസിനനുസരിച്ച്, മഴ വർഷിക്കുന്നതിനനുസരിച്ച്. ഇവിടെ റുദാദ് എന്ന് പറഞ്ഞാൽ പറ്റ ചാറ്റൽ മഴ. ഖിത്ഖിത്ത് എന്ന് പറഞ്ഞാലോ സാധാരണ മഴ. അങ്ങനെ പറയാം. മത്തറല്ല, മത്തറിനെ കൂടാതെയുള്ള റുദാദ്. റഷും മത്തറും അതിനിടയിലാണ് ഖിത്ഖിത്ത്. റഷ് ഒരു തരം മഴയാണ്. ഖിത്ഖിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പറ്റ ശക്തമായ മഴയല്ല, ചാറ്റൽ മഴയല്ല, ഇടത്തരം. ഖിത്ഖിത്തൻ. സജ്ലൻ എന്ന് പറഞ്ഞാൽ സഹ എന്നാണ് അർത്ഥം. പിന്നെന്താ? പേമാരി, നല്ല മഴ, കുത്തിച്ചൊരിയുന്ന സജ്ലൻ. കോരിച്ചൊരിയുന്ന മഴ എന്നുള്ള അർത്ഥത്തിൽ. ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? യാദൽ ജലാലി വൽ ഇക്രാം. യാദൽ ജലാലി വൽ ഇക്രാം എന്താ? ആരാ? യാദൽ ജലാൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം, ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരിക്കൽ, ആദരവ്. ദൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞാൽ മഹത്വവും ആദരവും ഉള്ളവൻ. അതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. യാദൽ ജലാലി വൽ ഇക്രാം. ഈ യാദൽ ജലാലി വൽ ഇക്രാം കൊണ്ടുള്ള ദുആ അള്ളാഹു കബൂലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അലിബു ബി യാദൽ ജലാലി വൽ ഇക്രാം. യാദൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിസ്ഖായിൽ ദുആ ചെയ്തിരുന്നതായിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ ജല്ലിൽനാ സഹാബൻ കസീഫൻ ദലൂഖൻ ദഹൂഖൻ തുംതിർനാ മിൻഹു റുദാദൻ ഖിത്ഖിതൻ സജ്ലൻ യാദൽ ജലാലി വൽ ഇക്രാം. ഈ ഹദീസ് ദുർബലാണ്. ഇത് റവാഹു അബു അവാന അല്ലേ ഫി സഹീഹിഹി. അബു അവാന അദ്ദേഹത്തിൻ്റെ മുസ്തഖ്റജിൽ ഇത് റിപ്പോർട്ട് ചെയ്താണ്. ഹദീസ് ദുർബലാണ്. കാരണം അത് ദുർബലമാണെന്ന് പറയാൻ കാരണം ഇതിലുള്ള ഓരോ പ്രയോഗങ്ങളാണ്. ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രയോഗങ്ങൾ മഴക്ക് അങ്ങനെ ഉണ്ട്, വ്യത്യസ്ത ഭാവങ്ങളാണ് മഴക്കുള്ളത്. ചാറ്റൽ മഴ ഉണ്ടാവും, പേമാരി ഉണ്ടാകും, അതേപോലെ തന്നെ അടുത്തര ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ
അതിൽ ഇഷ്കാലില്ല എന്നുള്ള പക്ഷമാണ്. പക്ഷേ പിന്നെ പ്രാമാണികരായ പല പണ്ഡിതന്മാരും പറഞ്ഞത് ചില പ്രയോഗങ്ങൾ അങ്ങോട്ടോട്ട് വൈരുദ്ധ്യം എന്ന പോലെ റസൂലുള്ള ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ദുആയിലെ പ്രയോഗങ്ങൾ. പക്ഷേ അള്ളാഹിനോട് ഇങ്ങനെ ഒരു തേട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരു തേട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തീർത്തും ദുർബലമാണ് എന്നാണ് പല പ്രാമാണികരായ മുഹദ്ദീസുകളും പറഞ്ഞത്. ആ പക്ഷമാണ് കുറച്ച് ശരിയോടെടുത്തത്. ഇതൊരു കൃത്രിമ ദുആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഒരിക്കലും മിഷ്കാത്തുൻ നുബുവയിൽ പിന്നെ നബ്സലാസ്ലമാങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ദുആ ഉണ്ടാകുക എന്നുള്ളത് പലരും ചെയ്തിട്ടുണ്ട്, വിദൂരമായി കണ്ടിട്ടുണ്ട്. തയ്യബ്, ഇതിലെ അർത്ഥം മനസ്സിലായല്ലേ? ജല്ലിൽന സഹാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർമേഘം മഹത്തരമാക്കി തരിക എന്നുള്ളതാണ്. ഖസീഫൻ എന്ന് പറഞ്ഞാൽ തിങ്ങിയത്. ഖസീഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവെട്ടോട് കൂടിയുള്ളത് ഖസീഫനുകൾ. ദലൂക്കൻ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടുള്ള. ദഹൂക്കൻ എന്ന് പറഞ്ഞാൽ മിന്നൽ പിണറുള്ള. തുംതിർന മിൻഹു റുദാദൻ ഖിത്ഖിതൻ സജ്ലൻ യാദൽ ജലാലി വൽ ഇക്റാം. റുദാദ് എന്ന് പറഞ്ഞാൽ പാറ്റൽ മഴ. ഖിത്ഖിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടത്തരം മഴ. സജ്ലൻ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴ. യാദൽ ജലാലി വൽ ഇക്റാം. സഅദ് ബിൻ അബി വഖാസിൽ നിന്നാണ് ഹദീസ്. അബു അവാന മുസ്തഖ്റജിലാണ് അത് റിപ്പോർട്ട് ചെയ്യുള്ളത്. മുസ്തഖ്റജ്, നമുക്കിവിടെ മുസ്തഖ്റജ് മുമ്പ് വന്നിട്ടുണ്ട്. അബു അവാൻ്റെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്തഖ്റജാണ് അതോട് ഉദ്ദേശിക്കുന്നത്. ഖലാസ്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിൽ വന്ന ഹദീസ്. ആ ഹദീസിനെ അബു അവാന തൻ്റെ സനദിൽ, ഇപ്പം മുസ്ലിമിൻ്റെ ഒരു ഹദീസാണ് എങ്കിൽ മുസ്ലിമിൻ്റെ സനദാണ് മാറ്റി വെച്ചിട്ട് ആ മത്തിനുണ്ടല്ലോ തൻ്റെ സനദിൽ കൊണ്ടുവന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യണതിനാണ് മുസ്തഖ്റജ് എന്ന് പറയാം. അബു അവാനൊക്കെ അങ്ങനത്തെ ഹദീസ് ഗ്രന്ഥമാണുള്ളത്. അലാക്കുലി ഇല്ല, ഇത് സഹിയായിട്ട് വന്നിട്ടില്ല. അബു അവാന വെറും സഹീഹ് ബുഖാരി മുസ്ലിം അല്ല എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്തിഖ്റാജ് നടത്തിയിട്ടുള്ളത്. കുതുബു സുന്ന മൊത്തത്തിൽ അദ്ദേഹം ഇസ്തിഖ്റാജ് നടത്തിയിട്ടുണ്ട്. അതിലുള്ള ഇസ്തിഖ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിൻ്റെ ഉള്ളടക്കമല്ല മത്തിൻ, അത് കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ സനത് അതിന് ഉണ്ടാകും, നൽകും. തയ്യബ്, ഇതാണ് ഏതാനും ഹദീസുകൾ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് ഹദീസുകൾ കൂടി ആ ബാബിലുണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താണ്? ബാബുൽ ലിബാസാണ്. ലിബാസ് ഇൻഷാ അല്ലാഹ് അത് മുതൽ പുതിയ അധ്യായമാണ്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.